ഞാൻ അനുദീപ്. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ഉടനെ വരാൻ പോവുകയാണ്. ഈ സിറ്റുവേഷൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ, നിങ്ങൾ വീഡിയോ കണ്ടു തീർക്കുന്നതിന് മുമ്പോ ശേഷം എപ്പോഴെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുള്ള ഒരു PDF ഉണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 PDF ഉണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ പേപ്പർ 1, പേപ്പർ 2, ഈ 2 പേപ്പറിലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീയുമുള്ള PDFs അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഫ്രീ കണ്ടന്റ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിരിക്കും. അത്ര റിസർച്ച് ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള PDF ആണത്. സോ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം, ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സംശയം വേണ്ട. ഇന്നത്തെ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് റിവിഷൻ ബാച്ചിന്റെ ഡിസ്കഷൻ ആണ്. നമുക്ക് ഇനിയുള്ള ദിവസം ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താ? കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് റിവിഷന്റെ സമയമാണ് ഇനി. പുതിയ കാര്യങ്ങൾ പഠിച്ച സമയം കളയാതെ നേരത്തെ പഠിച്ചിട്ടുള്ളതും ഹോട്ടായിട്ടുള്ളതും, അതായത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യങ്ങൾ വരും എന്ന് ഉറപ്പുള്ളതായിട്ടുള്ള ഏരിയാസ് റിവിഷൻ നടത്തുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റഡിയാണ്. ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. കാര്യം ഒരു 10 പേജ് കാണാതെ പഠിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ് നമ്മൾ ഒരു ചോദ്യം, ഉത്തരം, അതിന്റെ സൊല്യൂഷൻ എന്നുള്ള ഇതിൽ കീ പോയിന്റുകൾ മാത്രം പഠിക്കുന്നത്. നമുക്ക് ഇനി അതിനുള്ള സമയമേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് തുടക്കം മുതൽ ഒടുക്കം വരെ ഫിനിഷ് ചെയ്യാനുള്ള സമയമോ സാഹചര്യമോ ഇനി ഇല്ല. മനുഷ്യ സാധ്യമല്ല. അവർ പ്രാക്ടിക്കലായിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ വേണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ റിവിഷൻ കൊണ്ടുപോകാൻ. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചർ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ബാച്ച് തരികയാണ്. എക്സാം അടുത്തുകൊണ്ട് തന്നെ ഒരു ഹെവി ഡിസ്കൗണ്ടിലാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് നിങ്ങളുടെ മനസ്സിൽ പ്രധാനപ്പെട്ട ഡൗട്ട് എനിക്കിപ്പോൾ വായിക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഒരു PDF തന്നെ, ഒരു ടെസ്റ്റിന്റെ ഒരു PDF തന്നെ 10-250 പേജ് ഉണ്ട്. അതൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ അതിനല്ല ശ്രമിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, അല്ല കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള സബ്ജക്ട് കാണുമല്ലോ. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് പേപ്പർ 2 മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ഏരിയാസ് ആയിരിക്കും പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ ഈ PDF വായിക്കുമ്പോൾ അതിലെ ചോദ്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വായിക്കാൻ അതിനുള്ള സമയം നമുക്കുണ്ട്. അത് എല്ലാ PDF ഒന്നും വായിച്ചു തീർക്കാൻ ഒക്കത്തില്ല. സർവോപരി ഇത് വെറും ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് അല്ല. റിവിഷൻ ക്ലാസ്സുകൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ റിവിഷൻ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. പ്രോപ്പർ ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് 2x സ്പീഡിലിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് റിവിഷൻ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റും. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റേഴ്സ് നിങ്ങളിലേക്ക് ഷൂട്ട് ചെയ്തു തരുന്ന രീതിയിലാണ് റിവിഷൻ ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഫീസ് മാത്രമാണ് കുറവുള്ളത്. ക്ലാസിന്റെ ക്വാളിറ്റിയും കണ്ടന്റും ഒക്കെ എക്സ്ട്രീംലി ഹൈ ആണ്. നിങ്ങൾക്ക് ആ ഒരു PDF വായിക്കുമ്പോൾ ഞങ്ങളുടെ ഡെമോ ക്ലാസ് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനിയുള്ള ദിവസങ്ങൾ സ്മാർട്ടായിട്ട് നമ്മൾ ഇങ്ങനെ വേണം അറ്റൻഡ് ചെയ്യാൻ. മാർക്ക് കുറയും എന്നുള്ളൊരു പേടിയുടെ പുറത്താണ് പല വിദ്യാർത്ഥികളും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഭയക്കുന്നത്. ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ മാർക്ക് കുറയും കേട്ടോ. അത്രയും ഡിഫിക്കൽട്ട് ലെവലുള്ള പല ചോദ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ പരീക്ഷയിൽ മാർക്ക് കൂടും. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മൾ എപ്പോഴും മൊഡ്യൂൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, ഈ ഗവർണൻസിന്റെ മൊഡ്യൂൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കുറയാനുള്ള ടെൻഡൻസി കൂടും. പക്ഷെ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ഉണ്ടല്ലോ, എല്ലാ വിഷയങ്ങളുമുള്ള കോംപ്രഹെൻസീവ് ടെസ്റ്റുകൾ, അതിലാണ് നമ്മൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. മൊഡ്യൂൾ ടെസ്റ്റുകൾ വഴി അറിവ് നേടാനും കോംപ്രഹെൻസീവ് ടെസ്റ്റ് വഴി മാർക്ക് നേടാനുമുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഓരോ വിദ്യാർത്ഥി ഫോളോ ചെയ്യേണ്ടത്. കാര്യം ഒരു എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് PCM ബാച്ചിനേക്കാളും ടെസ്റ്റ് സീരീസ് ബാച്ചാണ്. ഇപ്പൊ എന്റെ പേഴ്സണൽ ഞാൻ പറയാൻ, ഞാൻ ഒരു PCM ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടില്ല. ധാരാളം ടെസ്റ്റ് സീരീസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. PSCയുടെ തന്നെ മുൻകാല വർഷ ചോദ്യങ്ങൾ എടുത്തു വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റിന്റെ ഭാഗമാണ് ഈ പല റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചത്. സർവോപരി ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ടെസ്റ്റ് സീരീസിന്റെ അറിയാം, നമുക്ക് വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ പ്രൈസ് പോയിന്റ് വളരെ കുറവാണ്. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ ഡിഗ്രി ലെവൽ PSC എക്സാംസ്. ഇനി വരാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ഇതിനകത്ത് PDFകൾ അത്രയും സമഗ്രമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. സിലബസിന്റെ വലിയ ഭാഗം കവർഡായി പോകുള്ളൂ. അപ്പൊ ഈ PDFകൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന, അടുത്ത 2-3 വർഷത്തേക്ക് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ PSC എക്സാംസിന് നിങ്ങളെ ഒത്തിരി സഹായിക്കും. ഞാൻ ഇന്ന് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള PDF കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവും. ഓക്കെ, സോ ഇറ്റ്സ് എ ഫൗണ്ടേഷൻ. ഫ്യൂച്ചറിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകൾക്കും നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയായിരിക്കും. അതായത് ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതൊക്കെ എല്ലാ പരീക്ഷകൾക്കും കോമൺ ടോപ്പിക് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്.
പ്രധാനമായും 2 ടൈപ്പ് വിദ്യാർത്ഥികളാണ് ഈ ക്ലാസ് കാണുന്നത്. ടൈപ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പഠിച്ചു, റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താനുള്ള കുറച്ച് എക്സ്ട്രാ പുഷ് വേണം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല, പക്ഷേ എക്സാമിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 2 കാറ്റഗറി ഓഫ് ആൾക്കാർക്കും അവസാന നിമിഷം, ലാസ്റ്റ് മൊമെന്റ്, ഇനിയുള്ള ഒരു ഒരാഴ്ച അതേ നമ്മുടെ മുമ്പിലുള്ളൂ, ആ ഒരാഴ്ച സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, അതായത് ആപ്ലിക്കേഷൻ ലെവലിൽ നേരത്തെ പറഞ്ഞത് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക്, അതാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഉറപ്പായി ഈ ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ആണ്. എലിമിനേഷൻ ടെക്നിക്സിന്റെ ഇന്റൻസീവ് ട്രെയിനിങ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടന്റും, അതായത് ആഴത്തിലുള്ള പഠനവും അതിനോടൊപ്പം കറക്കി കുത്താനുള്ള പ്രാക്ടീസും എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രാക്ടീസും രണ്ടും നിങ്ങൾക്ക് ഈ ബാച്ചിൽ നിന്നും ലഭിക്കുന്നതാണ്. സോ എല്ലാവരും മടി മാറ്റി വെച്ച് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. രാവിലെ വരെ വൈകിട്ട് വരെ വെള്ളം കോരി ഇനി കലം പടിവാതിക്കൽ കൊണ്ടിട്ട് ഉടയ്ക്കരുത്. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ സ്റ്റേജാണ് നിങ്ങളുടെ ഇനിയുള്ള ഒരാഴ്ചയാണ് നിങ്ങളുടെ ഇനിയുള്ള വർഷങ്ങളോടുള്ള ജീവിതത്തെ നിശ്ചയിക്കാൻ പോകുന്നത്. സോ സ്മാർട്ടായിട്ട് തന്നെ പഠിക്കുക. കമന്റ് ചെയ്യാം കേട്ടോ. AP+KK ആഴത്തിൽ പഠിക്കും, കറക്കി കുത്തും, ഇന്ന് കമന്റ് ചെയ്യാം. നിങ്ങളുടെ സ്പിരിറ്റ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്.